രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് ഇരയായ യുവതി ലൈംഗിക പീഡന പരാതി നൽകി. യുവതിയുടെ പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറി. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെയാണ് പരാതി നൽകിയത്. യുവതിയുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. ആതിര, ലൈംഗിക ചൂഷണ പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണല്ലോ യുവതി. ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്? ഒപ്പം മുഖ്യമന്ത്രി ഈ പരാതി DGPക്ക് കൈമാറുന്നു. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അറസ്റ്റിലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് വിവരങ്ങൾ? അശ്വതി, ലൈംഗിക പീഡന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് നിലവിൽ ഏതായാലും കുരുക്കു മുറുകുകയാണ്. കാരണം പീഡനം ആരോപിച്ച അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടെത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ചാറ്റും ശബ്ദരേഖയും ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് മുഖ്യമന്ത്രിക്ക് യുവതി നേരിട്ട് എത്തി പരാതി ഏതായാലും നൽകിയിരിക്കുന്നത്. ഇതോടെ ഈ യുവതിയുടെ പരാതി നൽകിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന തരത്തിലാണ് നിലവിൽ കേസിന്റെ ഒരു അന്വേഷണമൊക്കെ തന്നെ നീളുക. യുവതിയെ ഗർഭധാരണത്തിനും ഗർഭഛിദ്രത്തിനും പ്രേരിപ്പിക്കുന്ന രാഹുലിന്റേതെന്ന് പറയപ്പെടുന്ന ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതി ലൈംഗിക പീഡനത്തിന് മുഖ്യമന്ത്രിക്ക് ഏതായാലും പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ പരാതി ഏതായാലും നൽകും. ഇതോടെ രാഹുലിനെതിരായ നടപടികളുടെ ഏകദേശം സ്വഭാവം മാറാനുള്ളൊരു സാധ്യതയാണുള്ളത്. പരാതിക്കാരിയുടെ വിശദമായ മൊഴി ഉൾപ്പെടെ ഒരുപക്ഷെ ഇന്ന് തന്നെ രേഖപ്പെടുത്താനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഒപ്പം ഈ ശബ്ദ സന്ദേശത്തിന്റെയും ഈ നൽകിയിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുടെ ഉൾപ്പെടെ ആധികാരികത ഏതായാലും പരിശോധിക്കും. ഈ ആധികാരികത ഉൾപ്പെടെ പരിശോധിച്ച് മൊഴികളൊക്കെ രേഖപ്പെടുത്തി വിശദമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വരെ നിലവിലുണ്ട്. കാരണം ഇതിനു മുമ്പ് രാഹുലിനെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാം കക്ഷിയായിരുന്നു ഇതിൽ പരാതി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ വളരെ ചെറിയ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ്, ഗുരുതരമല്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിജീവിത തന്നെ നേരിട്ടെത്തി ഇത്തരത്തിലൊരു പരാതി കൈമാറുമ്പോൾ കേസിന്റെ സ്വഭാവം മാറുകയാണ്, വകുപ്പുകൾ മാറുകയാണ്. കാരണം അത്രത്തോളം ഗുരുതരമായിട്ടുള്ള പരാതിയാണ് യുവതി ഏതായാലും മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അന്വേഷണം ഈ ശബ്ദരേഖയും അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ ഏതായാലും പോലീസ് വലിയ രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ ഇതിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യമൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അത്രത്തോളം ഗുരുതരമായ പരാതിയാണ് ഏതായാലും അതിജീവിത നൽകിയിട്ടുള്ളത്. ഇപ്പോൾ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൂടി നൽകിയിരിക്കുമ്പോൾ ഈ സംഭാഷണങ്ങളിൽ ഏതായാലും കൊല്ലും എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ഈ ശബ്ദരേഖയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കടുത്ത വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്താനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്താനുള്ള ഒരു സാധ്യതയും ഏതായാലും നിലവിലുണ്ട്. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അതിജീവിതം നേരിട്ടെത്തി പരാതി നൽകുമ്പോൾ അത് വലിയ രീതിയിൽ ഈ കോൺഗ്രസിനെ ഉൾപ്പെടെ ഇത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതിജീവിത പരാതി നൽകുന്നതോടുകൂടി ഇത് വലിയ രീതിയിൽ പാർട്ടിയെയും ബാധിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയതിൽ K മുരളീധരൻ ഉൾപ്പെടെ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി സർക്കാർ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണം. രാഹുൽ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ തുടർ നടപടികൾ നോക്കിയിട്ടായിരിക്കും പാർട്ടി കൂടുതൽ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ K മുരളീധരൻ ഉൾപ്പെടെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. പുറത്താക്കിയ അന്നു മുതൽ രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്നും K മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി നിലപാടെടുക്കുമെന്നാണ് നിലവിൽ ഏതായാലും പാർട്ടിയുടെ തീരുമാനം. അതിര സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ K സുധാകരന്റെ ഒക്കെ ഒരു മറുപടി ഈ വിഷയത്തിൽ കണ്ടതാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്, ഇതിൽ ഗൂഢാലോചനയുണ്ട്, വലിയ ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിലാണ് K സുധാകരനൊക്കെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പക്ഷേ അപ്പോഴും നമുക്കറിയാം രാഹുൽ ആതിര സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടിക്ക് പുറത്താണല്ലോ നിലവിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാണെങ്കിൽ പ്രചാരണത്തിന് വേണമെങ്കിൽ സ്ഥാനാർത്ഥിക്ക് തീരുമാനിക്കാം, പ്രചാരണത്തിന് രാഹുലിനെ ഇറക്കണോ വേണ്ടയോ, അവർക്ക് സ്ഥാനാർത്ഥികൾക്ക് തീരുമാനിക്കാം എന്നതാണ് കഴിഞ്ഞ ദിവസം KPCC അടക്കം മുന്നോട്ട് വെച്ച കാര്യം. ഇപ്പോൾ ഇതാ K മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നു. അതായത് പരാതിയിൽ സർക്കാരിന്റെ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് K മുരളീധരൻ പറയുന്നത്. K മുരളീധരൻ മാത്രമല്ല, നേരത്തെ ഈ ഒരു വിഷയം ചർച്ചയായപ്പോൾ, വിവാദമായപ്പോൾ തന്നെ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ അടക്കം അത്തരത്തിലുള്ള നിലപാടിലേക്കായിരുന്നല്ലോ എത്തിയിരുന്നത്. എങ്ങനെയായിരിക്കും പാർട്ടി ഇതിനെ നേരിടുക, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ?
അശ്വതി, നിലവിൽ ഏതായാലും പാർട്ടി രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതോടെ രാഹുലിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള രാഹുലുമായി ബന്ധപ്പെട്ടുള്ള ഈ പരാതികളിൽ പാർട്ടിക്ക് ഒരു തീരുമാനമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് മുതിർന്ന നേതാവായ കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കില്ലല്ലോ, ഇനി പങ്കെടുക്കാൻ സാധിക്കില്ല എന്നും കെ മുരളീധരൻ ഏതായാലും നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈയൊഴിഞ്ഞ ഒരു സ്ഥിതിയാണുള്ളത്. കാരണം ഇതൊരിക്കലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. കാരണം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അതും ഇത്രയും കാലം പ്രതിരോധിച്ചിരുന്നത് യുവതി നേരിട്ടെത്തി പരാതി നൽകിയില്ലല്ലോ എന്ന രീതിയിലാണ് ഇത്രയും കാലം പാർട്ടിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഒരു ആരോപണത്തെ പ്രതിരോധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ യുവതി അതിജീവിത നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും പാർട്ടിക്ക് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റു നേതാക്കൾക്ക് ആർക്കെങ്കിലും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കാനോ സാധിക്കില്ല. കാരണം അത് പാർട്ടിയെ വലിയ രീതിയിൽ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കാനോ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാനോ അനുവദിക്കില്ല എന്ന കാര്യം തന്നെയാണ് നിലവിൽ ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കാരണം പോലും ഇല്ലാതായിരിക്കുകയാണ്. കാരണം യുവതിയെ മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി പാർട്ടി പ്രവർത്തകർക്കോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇനി തെരഞ്ഞെടുപ്പിന് അധിക ദിവസങ്ങളില്ല. വലിയ നേതാക്കളെ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അണിനിരത്തിക്കൊണ്ട് പ്രചരണം ഉൾപ്പെടെ ശക്തമാക്കുന്ന ഒരു സാഹചര്യം വാർഡ് തലത്തിൽ തദ്ദേശ തലത്തിൽ ഭരണം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടിക്ക് ഉൾപ്പെടെ തിരിച്ചടിയായിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ യുവതി ഏതായാലും പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഇതൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്. അതുതന്നെയാണ് ആതിര. എന്തായാലും യുവതി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി നൽകുന്നു. ആ പരാതി DGPക്ക് കൈമാറുന്നു. എന്തായാലും അന്വേഷണം ഉണ്ടാകും. അന്വേഷണത്തിലൊടുവിൽ എന്താണോ റിസൾട്ട് കിട്ടുന്നത് അതിനനുസരിച്ച് ആ നടപടിയിലേക്ക് എന്തായാലും അന്വേഷണ സംഘം കടക്കും എന്നത് ഉറപ്പാണ്. പക്ഷേ അപ്പോഴും രാഹുൽ ആദ്യം മുതലേ ആവർത്തിക്കുന്ന കാര്യമാണ് സത്യം ജയിക്കും എന്നുള്ള കാര്യം. പ്രത്യേകിച്ചും രാഹുൽ MLA ആണ്, രാഷ്ട്രീയ ഭാവിയൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ പാർട്ടി കൂടെ നിൽക്കുന്നില്ല, ഒരു രണ്ട് തട്ടിലാണ്, രണ്ട് വിഭാഗമായിട്ടാണ് പാർട്ടിയിൽ പല ആളുകളും നിൽക്കുന്നത്. അപ്പോൾ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ല. അപ്പോൾ രാഹുൽ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? പ്രത്യേകിച്ചും യുവതി നേരിട്ട് പരാതി നൽകുന്നു. ഇനി മൊഴിയെടുക്കാനുണ്ട്. മൊഴിയിൽ എന്തൊക്കെയാണ് രേഖപ്പെടുത്തുക എന്നതറിയില്ല. അങ്ങനെയെങ്കിൽ രാഹുൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? അശ്വതി, തീർച്ചയായും രാഹുൽ നേരത്തെ മുതൽ തന്നെ ഈ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ രാഹുൽ ഇതിനെ നിഷേധിച്ചിരുന്നില്ല. കാരണം ഈ ശബ്ദ സന്ദേശം തന്റേതാണോ അല്ലയോ എന്ന കാര്യത്തിൽ രാഹുൽ ഒരു വിശദീകരണമൊന്നും നൽകിയിരുന്നില്ല. മറിച്ച് പകരം താൻ ഇത് ബോധിപ്പിക്കേണ്ട സ്ഥലത്ത് ജനങ്ങളെ ഈ വാർത്താ മാധ്യമത്തിലൂടെ അല്ലാതെ മറ്റു മാധ്യമങ്ങളുണ്ട്, അതുവഴി താൻ ബോധിപ്പിക്കേണ്ട സമയത്ത് ബോധിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അപ്പോഴും യുവതി പരാതി നൽകിയിരുന്നില്ല എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ ആരോപണത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം. പക്ഷേ നിലവിൽ ഏതായാലും രാഹുലിന്റെ ആ പ്രതിരോധങ്ങൾക്ക് ഇപ്പോൾ വിലയില്ലാതായിരിക്കുന്നു. കാരണം രാഹുൽ ഇതിനെ ഇനി ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കുക എന്ന കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം പ്രതിരോധിക്കാനുള്ള എല്ലാ കാരണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ ഏതായാലും മനസ്സിലാക്കാൻ. കാരണം യുവതി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഈ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത ഉൾപ്പെടെ പരിശോധിക്കും. ഈ ആധികാരികത ഉൾപ്പെടെ പരിശോധിച്ച യുവതിയുടെ മൊഴിയും കൂടി രേഖപ്പെടുത്തുന്നതോടുകൂടി ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് കിടക്കുന്നതോടെ രാഹുലിന് ഇനി ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഏതായാലും വിലയിരുത്തുന്നത്. അതുതന്നെയാണ് അതിര. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയായ യുവതി മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകിയിരിക്കുകയാണ്. യുവതിയുടെ പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറി. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെയാണ് പരാതി നൽകിയത്. യുവതിയുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തും എന്നതാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളാണ് അതിര രാധാകൃഷ്ണൻ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ സർക്കാർ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. രാഹുൽ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. സർക്കാരിന്റെ തുടർ നടപടികൾ നോക്കിയിട്ട് പാർട്ടി കൂടുതൽ നടപടികളിലേക്ക് കടക്കാം. നടപടി എന്തു വേണമെന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. KPCCക്ക് അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണുള്ളത്. പുറത്താക്കിയ അന്നു മുതൽ രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. സർക്കാരിന് അതിനനുസരിച്ച് നിലപാടെടുക്കട്ടെ. ഞങ്ങളേതായാലും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. ഇപ്പോൾ ഇനി
സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. MLA സ്ഥാനം രാജിവെക്കാത്ത ചിലരൊക്കെ അസംബ്ലിയിലുണ്ട്. അതുകൊണ്ട് MLA സ്ഥാനം രാജിയല്ല, പാർട്ടിയെ സംബന്ധിച്ച് ഈ കാര്യം തീരുമാനിക്കാനുള്ളൂ. ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ്. കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടായാൽ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് പാർട്ടി അപ്പോൾ തീരുമാനിക്കും. ഇത് ഒരു ആശയക്കുഴപ്പമില്ല. KPCC അന്ന് വരെ സ്റ്റാൻഡാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും ബോർഡിനും തന്ത്രിക്കും കുരുക്കായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി. തീരുമാനങ്ങളെല്ലാം ഭരണസമിതിയുമായി ആലോചിച്ചെന്ന് പത്മകുമാർ മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമെന്നും പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് തന്ത്രി വഴിയെന്നും പത്മകുമാർ മൊഴി നൽകി. തന്ത്രി കണ്ഠരര് രാജീവരുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ശക്തനായതെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാർ SITക്ക് മൊഴി നൽകി. ശബരിമലയിൽ സ്പോൺസറാകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചുവെന്ന കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. പത്മകുമാർ ഇതിൽ എന്തൊക്കെ വിവരങ്ങൾ നൽകുമെന്നത് നിർണായകമാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച 6 ആഴ്ചത്തെ സമയപരിധി അവസാനിച്ചിട്ടും അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായിട്ടില്ല. അന്വേഷണത്തിന് കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 കേസിലായി 15 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ നിലവിൽ 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ 2 ഇടക്കാല റിപ്പോർട്ടും ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടുണ്ട്. ഡിസംബർ 3-ാം തീയതി ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ SIT അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധ്യത കുറവാണ്. അന്വേഷണത്തിന് SIT കൂടുതൽ സമയം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണത്തിന്റെ വ്യാപ്തി അറിയിക്കുന്നതനുസരിച്ച് കോടതി അത് അനുവദിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് മറച്ചു പിടിക്കാൻ ആർക്കും കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ കുറേ നാളായിട്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം കുറേ നാളായിട്ട് നടക്കുകയാണ്. ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പരാതിയിൽ അതിൻ്റെ നിയമാനുസൃത നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടി രാഹുലിനെതിരെ ഉണ്ടാവും. അത് സസ്പെൻഷൻ തന്നെ നിൽക്കും. നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. അല്ല, രാഹുലിനെതിരായിട്ടുള്ള പാർട്ടി നടപടി പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണ നടപടികൾ എവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ അന്വേഷണത്തിൽ മറ്റെന്തെങ്കിലും കണ്ടെത്തിയാൽ കൂടുതൽ നടപടികൾ പാർട്ടിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. ഡിസംബർ 11 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിലുള്ള പത്മകുമാറിൽ നിന്നും പുറത്തുവന്ന വിവരങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ കോടതി റിമാൻഡിൽ വിട്ടു. 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി SIT സംഘം ഹാജരാക്കിയതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിനെ റിമാൻഡിൽ വിട്ടത്. ഡിസംബർ 7 വരെയാണ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധിയും വിജിലൻസ് കോടതി നീട്ടി. ഇരുവരുടെയും റിമാൻഡ് അവസാനിച്ചതോടെയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് കാലാവധി നീട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും. പത്മകുമാറിൽ നിന്നും പുറത്തു വന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാകും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യുക. ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ള അത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയമാകും, ഒരു സംശയവും വേണ്ട. കാരണം അതിൻ്റെ പുറകിൽ ഒരു CPM ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പങ്കാളികളായ ആളുകളെ ഇപ്പോഴും CPM സംരക്ഷിക്കുകയാണ്. മോഷണക്കുറ്റത്തിന്, അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്തതിന് ജയിലിൽ പോയ 2 നേതാക്കന്മാർക്കെതിരായും നടപടിയെടുക്കില്ല എന്ന് പറയാൻ തൊലിക്കെട്ടി കാണിച്ചൊരു പാർട്ടി സെക്രട്ടറിയാണുള്ളത്. എന്താ കാര്യം? അവരെ പേടിയാണ്. അവർ മൊഴി കൊടുത്താൽ
വലിയ വമ്പൻ നേതാക്കന്മാർ പെടുമോ എന്നുള്ള പേടിയിലാണ് അവർക്കെതിരായി നടപടിയെടുക്കാതിരിക്കുന്നത്. തന്ത്രിക്ക് അറിയാമായിരുന്നു, തന്ത്രിയല്ലല്ലോ ഉത്തരവാദി, തന്ത്രിയല്ലല്ലോ, അത് SIT അന്വേഷിക്കട്ടെ. തന്ത്രിയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, ഈ സംഭവം കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോർഡ് മെമ്പർമാരെ അറിയിച്ചിരുന്നു, ദേവസ്വം വകുപ്പിനെ അറിയിച്ചിരുന്നു, അതായത് കടകംപള്ളി സുരേന്ദ്രനെ അറിയിച്ചിരുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അറിയാമായിരുന്നു ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവരുടെ അടുത്തേക്ക് അയച്ചതും കടകംപള്ളി സുരേന്ദ്രനാണ്. 2018-19 കാലത്ത് സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. ദേവസ്വത്തിന്റെ സ്വത്ത് ആര് അപഹരിച്ചാലും ശിക്ഷിക്കപ്പെടണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദൈവത്തിന്റെ സ്വത്ത് അപഹരിക്കുന്നവർ കള്ളന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു. CPIക്ക് എവിടെയും ഒരു വർഗീയ പാർട്ടിയുമായി രാഷ്ട്രീയ ബന്ധമില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നുവെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്വത്ത് അപഹരിക്കുന്നവർ ആരായാലും കള്ളന്മാരാണ്. ശബരിമലയുടെ സ്വത്ത് ആരപഹരിക്കാൻ ശ്രമിച്ചാലും അവർ കുറ്റക്കാരാണ്. ആ കുറ്റക്കാരെ ശിക്ഷിക്കണം. ഇതിൽ CPIക്ക് എവിടെയും ഒരു വർഗീയ പാർട്ടിയുമായും രാഷ്ട്രീയ ബന്ധമില്ല, LDFിനുമില്ല. നെഹ്റുവിൻ്റെ പാർട്ടിക്ക് ഈ അളവിൽ അന്ധമായ ഇടതുപക്ഷ വൈരം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. അങ്ങനെ ഒരു ഇടതുപക്ഷ വൈരം ശീലമാക്കിയ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും കൈകോർത്ത് പിടിക്കേണ്ടി വരും BJPയോട്, ന്യൂനപക്ഷ വർഗീയതയോട്. അത് ശീലമാക്കിയ പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITയുടെ കസ്റ്റഡിയിലുള്ള A. പത്മകുമാർ അടക്കമുള്ളവർ പല സത്യങ്ങളും വെളിപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് CPM നേതൃത്വത്തിനെന്ന് രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽപ്പെട്ട പത്മകുമാർ, വാസു എന്നിവർക്കെതിരെ CPM നടപടിയെടുക്കാത്തത്. നടപടിയെടുത്താൽ അവരെല്ലാം വിളിച്ചു പറയും. അത് കാരണഭൂതന് ഉൾപ്പെടെ പ്രശ്നമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്മകുമാർ യഥാർത്ഥ കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ള പേടിയാണ് CPM നേതൃത്വത്തിനുള്ളത്. ആ ഭയം കൊണ്ടാണ് പത്മകുമാറിന്റെ പേരിൽ, അതോടൊപ്പം തന്നെ വാസുവിന്റെ പേരിലൊന്നും പാർട്ടി നടപടിയെടുക്കാത്തത്. പാർട്ടി നടപടിയെടുത്താൽ അവർ പലതും വിളിച്ചു പറയും. അത് കാരണഭൂതൻ ഉൾപ്പെടെയുള്ളവർക്ക് പ്രശ്നമാകും. അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്. അദ്ദേഹം പറഞ്ഞതെന്താ, ദൈവതുല്യനായ ഒരാൾ പറഞ്ഞുകൊണ്ടാണെന്നാണ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ദൈവഭൂതൻ എന്ന് പറഞ്ഞാൽ കാരണഭൂതനാണ്, അല്ലാതെ പിന്നെ ആരാണ്? അപ്പൊ അതുകൊണ്ടാണ് പത്മകുമാറിന്റെ പേരിൽ നടപടി ഉണ്ടാകാത്തത്. ശബരിമലയിൽ തേൻ വിതരണത്തിൽ വീഴ്ച സംഭവിച്ചതായി പരാതി. വഴിപാട് ആവശ്യങ്ങൾക്കുള്ള തേനിന്റെ ഭക്ഷ്യസുരക്ഷാ പരിശോധനയിലാണ് വിജിലൻസ് ഗുരുതര വീഴ്ച കണ്ടെത്തിയത്. തേൻ വിതരണം ചെയ്ത് ഫോമിക് ആസിഡ് വിതരണം ചെയ്യുന്ന കണ്ടെയ്നറുകളിലാണെന്നാണ് കണ്ടെത്തൽ. പൊതുമേഖലാ സ്ഥാപനമായ റെഡ്കോയ്ക്കാണ് തേൻ എത്തിക്കാനുള്ള കരാർ. പമ്പയിലെ ഭക്ഷ്യസുരക്ഷാ ലാബിൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഭക്ഷ്യവസ്തുക്കൾ സന്നിധാനത്ത് എത്തിക്കുന്നത്. ലാബ് റിസർച്ച് ഓഫീസറാണ് ഇതിന് അനുമതി നൽകിയത്. നിലവിൽ സന്നിധാനത്ത് എത്തിച്ച തേൻ ഉപയോഗിക്കുന്നില്ല. സംഭവത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ റെഡ്കോയോടും ലാബ് റിസർച്ച് ഓഫീസറോടും വിശദീകരണം ആവശ്യപ്പെട്ടു. ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്തെ മാലിന്യ പ്രശ്നത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ക്ഷേത്ര പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ക്ഷേത്രത്തിനുള്ളിലെയും പരിസരത്തെയും ശുചിത്വം സംബന്ധിച്ച നിലവിലെ സാഹചര്യവും അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ക്ഷേത്ര പരിസരത്തെ ശുചിത്വം ഉറപ്പുവരുത്തേണ്ട ബാധ്യത ക്ഷേത്ര ഉപദേശക സമിതിക്കുണ്ടെന്നും വീഴ്ച വരുത്തിയാൽ ഗൗരവത്തോടെ കാണുമെന്നും ദേവസ്വം ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലേബർ കോഡ് പിൻവലിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ യോഗം തീരുമാനിച്ചു. ഡിസംബർ 19-ന് ലേബർ കോൺക്ലേവ് നടത്താനും തീരുമാനമായി. ഏകപക്ഷീയമായി നടപ്പാക്കുന്ന ലേബർ കോഡ് പിൻവലിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി വ്യക്തമാക്കി. ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കിയെന്നും ഡിസംബർ 19-ന് ലേബർ കോൺക്ലേവ് നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കോൺക്ലേവിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരെ ക്ഷണിക്കും. കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇതെങ്ങനെ തൊഴിലാളികളെ, ലേബർ കോഡ് തൊഴിലാളികളെ ജീവിതത്തെ ബാധിക്കും, അതിന് പരിഹാരം എങ്ങനെ കാണാൻ വേണ്ടി കഴിയും? ഒരു സംസ്ഥാനത്തിന് മാത്രം പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ എന്തൊക്കെ? ഇതൊരു സംസ്ഥാന വിഷയം കൂടി ആയതുകൊണ്ട് സംസ്ഥാനത്തിന് ഇതിൽ എത്രമാത്രം ഇടപെടുന്നതിന് വേണ്ടി കഴിയും? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചർച്ചയിൽ നിയമ പണ്ഡിതന്മാരെയും തൊഴിലാളി രംഗത്തെ വിദഗ്ധ അഭിപ്രായം പറയുവാൻ ശേഷിയുള്ള ആൾക്കാരെയും പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം കറുത്ത ബാഡ്ജ് ധരിച്ചു പ്രതിഷേധിച്ചവർക്കെതിരെ ചില സ്ഥാപനങ്ങൾ നോട്ടീസ് നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടു. തൊഴിലാളികൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്നും പ്രതിഷേധിച്ചതിന്റെ പേരിൽ തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കരട് ചട്ടം തയ്യാറാക്കിയ കാര്യം രഹസ്യമായി വച്ചിരുന്ന ഒന്നല്ല. തിരുവനന്തപുരത്ത് നടന്ന ശില്പശാലയിൽ കരട് ചട്ടം വിതരണം ചെയ്തിരുന്നു. കരട് കരടായി തന്നെ ഇരിക്കും. ഒരു തുടർ നടപടിയും സ്വീകരിക്കാൻ പോകുന്നില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീയിൽ സർക്കാരും ശിവൻകുട്ടിയും സ്വീകരിച്ച അതേ രീതിയിലാണ് ലേബർ കോഡിലും ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ രണ്ടിലും വ്യക്തമാകുന്നത് സർക്കാരിന്റെ കാപട്യമാണ്, പ്രതിപക്ഷത്തെയും ഘടകകക്ഷികളെയും ഒരുപോലെ പറ്റിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അത് ശിവൻകുട്ടി എന്നുള്ളൊരു വ്യക്തിയായിട്ടുള്ളൊരു മന്ത്രിയുടെ നിലപാടല്ലല്ലോ, CPMന്റെ നിലപാടല്ലേ, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നിലപാടല്ലേ. PM ശ്രീയിൽ എന്താ ചെയ്ത്? അതുപോലെ തന്നെയാണ് ശിവൻകുട്ടി 2022 പറഞ്ഞു, നമ്മളെല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കുള്ളൂ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ട്രേഡ് യൂണിയനോട് സംസാരിക്കുന്നു. പക്ഷേ 2021 തന്നെ കരട് വിജ്ഞാപനം റെഡിയാക്കി വെച്ചേക്കുവാണ്. വീണ്ടും പറ്റിക്കുകയാണ്. പ്രതിപക്ഷം അറിഞ്ഞില്ല, അവരുടെ പാർട്ടി അറിഞ്ഞില്ല, ഘടകകക്ഷികൾ അറിഞ്ഞില്ല, മന്ത്രിസഭ അറിഞ്ഞില്ല. അപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. മന്ത്രിമാർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വെറുതെയായി. കുട്ടനാട്ടിലെ നെൽ കർഷകരുടെ കണ്ണീരിനു മാത്രം ഇനിയും അവസാനമില്ല. ആലപ്പുഴ അമ്പലപ്പുഴയിൽ കൊയ്തെടുത്ത 1 കോടിയിൽ പരം രൂപയുടെ നെല്ലാണ് മില്ലുടമകളുടെ അനാസ്ഥയെ തുടർന്ന് റോഡരികിൽ കിടന്ന് നശിക്കുന്നത്. തകഴി കുന്നുമ പടിഞ്ഞാറ് പാടശേഖരത്തെ കർഷകരാണ് ദുരിതത്തിൽ വലയുന്നത്. കർഷകരുടെ മാസങ്ങൾ നീണ്ട അധ്വാനമാണ് പാഴായത്. 150 ഏക്കറുള്ള കുന്നുമ പടിഞ്ഞാറ് പാടശേഖരത്ത് 65ഓളം കർഷകരാണുള്ളത്. 2 ആഴ്ച മുൻപാണ് ഇവിടെ പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് കർഷകർ കൊയ്ത്ത് പൂർത്തിയാക്കിയത്. അന്നു മുതൽ ഏകദേശം 3600 ക്വിന്റൽ നെല്ല് കുന്നുമ ജംഗ്ഷനു സമീപം റോഡിന് ഇരുവശവും സമീപത്തെ സ്കൂൾ, പള്ളിമുറ്റം എന്നിവിടങ്ങളിലായും കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരേക്കറിന് ഏകദേശം 30,000 രൂപ ചെലവഴിച്ചാണ് കൃഷി പൂർത്തിയാക്കിയത്. ഏക്കറിന് 20 ക്വിന്റലോളം നെല്ലും ലഭിച്ചു. കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ മില്ലുടമകളുടെ ഏജന്റ് എത്തിയെങ്കിലും 7 കിലോ കിഴിവാണ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ തവണ 2 കിലോ കിഴിവ് നൽകിയതോടെയാണ് സംഭരണം നടന്നത്. ഇത്തവണ നല്ല നെല്ലായിട്ടും കർഷകരെ ചൂഷണം ചെയ്യാൻ 7 കിലോ കിഴിവാണ് ഏജന്റുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് നൽകാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് കർഷകർ. നെല്ല് സംഭരണത്തിന് മുൻകൈയെടുത്ത് കർഷകരെ സഹായിക്കേണ്ട ഉദ്യോഗസ്ഥരാരും ഇവിടേക്ക് എത്തിയിട്ടില്ലെന്നും കർഷകർ പറയുന്നു. ഈ നെല്ല് കൊയ്തിട്ട് 15 ദിവസമായി. ഇത് കൊയ്ത് മൊത്തം കരയ്ക്ക് കയറിയാലോ പാടി ഓഫീസിൽ നാളെ വരത്തുള്ളൂ. അതുവരെ ഈ നെല്ല് ഇവിടെ കിടന്ന് നനഞ്ഞ് ഒരിപ്പോക്ക് പോവുക. ഇത് ഞങ്ങൾ അനുഭവിക്കാൻ വന്നിരിക്കുക. 6 മാസം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ എന്തെങ്കിലും തീരുമാനിക്കാം. ഇത് ആണ്ടും കാലം ഇത് തന്നെ, ആണ്ടും കാലം. 13 ദിവസത്തോളമായിട്ട് നെല്ല് മഴയത്തും കാറ്റിലും ഒക്കെ ഇവിടെ കിടക്കുകയാണ്. അതിന് മുമ്പായിട്ട് തന്നെ മഴ പെയ്ത് കൊയ്തെടുക്കുന്നതിന് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊയ്തിട്ടതിന് ശേഷം മില്ല് ലൊക്കേറ്റ് ചെയ്ത് 23-ാം തീയതി മില്ല് ലൊക്കേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ അയാൾ പറയുന്നത് 7 കിലോ കൊടുത്താൽ നെല്ല് നാളെ മുതൽ എടുക്കുക. 7 കിലോ കൊടുക്കാനായിട്ട് ഇവിടെ കർഷകരാരും സമ്മതിക്കുന്നത്. അത് 1-ാം തരം നെല്ലാണ്. കർഷകരെ കിഴിവിന്റെ പേരിൽ വലക്കുന്ന മില്ലുടമകൾക്കും ഏജന്റുമാർക്കും കുടപിടിക്കുന്ന നിലപാടാണ് പാടി ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. പാടശേഖരത്ത് കൊയ്ത്തു കഴിയുമ്പോൾ നെല്ല് റോഡിലെത്തിക്കാൻ വള്ളക്കൂലി, തൂക്കുകൂലി, വാരിക്കോരിക്കൂലി തുടങ്ങിയവയിൽ 300 രൂപയോളം അധിക ചെലവാണ് കർഷകർക്ക്. ഇതെല്ലാം നൽകിയെത്തിച്ച നെല്ല് സംഭരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണിപ്പോൾ. ഏകദേശം 8 ലക്ഷം രൂപയുടെ നെല്ലാണ് ഇപ്പോഴും റോഡരികിൽ കിടക്കുന്നത്. കനത്ത മഴയിൽ നെല്ല് നശിക്കാതിരിക്കാൻ പെടാപ്പാട് പെടുകയാണ് കർഷകർ. നെല്ല് അടിയന്തരമായി സംഭരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ഈ നെല്ലുമായി അമ്പലപ്പുഴ തിരുവല്ല റോഡ് ഉപരോധിക്കാനാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, ആലപ്പുഴ. 40 ദിവസത്തെ യൂറോപ്യൻ പര്യടനത്തിന് ശേഷം സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി കേരളത്തിലെത്തി. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ അമ്മയെ സ്വീകരിക്കാൻ സന്യാസി ശ്രേഷ്ഠർ ഉൾപ്പെടെ നിരവധി ഭക്തർ ഒത്തുകൂടിയിരുന്നു. ഒക്ടോബർ 17-നാണ് അമ്മ 8 രാജ്യങ്ങളിൽ പര്യടനത്തിനായി പുറപ്പെട്ടത്. യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, സ്പെയിൻ, ഫിൻലാൻഡ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ 10 നഗരങ്ങളിൽ അമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ആത്മീയ പ്രഭാഷണങ്ങൾ, ഭജനകൾ, സത്സംഗങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തി. മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി അടക്കം സന്യാസി ശ്രേഷ്ഠരും ആശ്രമം അന്തേവാസികളും അമ്മയെ അനുഗമിച്ചിരുന്നു. മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ അതിഥി തൊഴിലാളി മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി ചാരു ഒറവൺ ആണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ടാപ്പിങ്ങിന് ശേഷം താമസ സ്ഥലമായ അരയാട് എസ്റ്റേറ്റിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ഇതിനിടയിൽ റബ്ബർ മരത്തിനിടയിൽ നിൽക്കുകയായിരുന്ന കാട്ടാന തൊഴിലാളിയെ ആക്രമിക്കുകയായിരുന്നു.
മുനമ്പം നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തിവരുന്ന റിലേ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. വിഷയത്തിൽ തുടർ സമരങ്ങളും നിയമ പോരാട്ടങ്ങളും എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന കാര്യം സമുദായ സംഘടനകളുമായി ചേർന്ന് തീരുമാനിക്കും. 2024 ഒക്ടോബർ 13-നാണ് റവന്യൂ അവകാശങ്ങൾക്കായി മുനമ്പത്തെ 610 കുടുംബങ്ങൾ സമരവുമായി രംഗത്തെത്തിയത്. സമരം ആരംഭിച്ചതിന്റെ 410-ാം ദിനത്തിലാണ് മുനമ്പത്തെ ഭൂമിയുടെ കരം സ്വീകരിക്കാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായത്. അന്തിമ വിധി വരുന്നതുവരെ താൽക്കാലികാടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇന്നലെ മുതൽ കുഴുപ്പള്ളി വില്ലേജിൽ കരം സ്വീകരിച്ചു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 8-ന് സമരസമിതിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്ന ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കരം അടയ്ക്കാനായിട്ടുള്ളത് വന്നേക്കുന്ന കാര്യം ഞങ്ങൾക്ക് നല്ലതായിട്ട് തന്നെ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കുടം കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന മാതിരിയാണ് ഇപ്പോൾ. അത് നിർത്തി തന്നെ വെക്കണം. അപ്പം സമരത്തിൻ്റെ രൂപവും ഭാവവും മാറ്റും. വില്ലേജ് ഓഫീസിൽ കരം സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും മുനമ്പം നിവാസികളുടെ ആശങ്ക ഒഴിയുന്നില്ല. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് നൽകുന്നത് ഒരു ഇടക്കാല ആശ്വാസം മാത്രമാണെന്നും തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നുമാണ് സമരമുഖത്തുള്ള വീട്ടമ്മമാർ അടക്കം പറയുന്നത്. കുറച്ച് സന്തോഷമല്ല, വളരെയധികം നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇത് മാത്രം കിട്ടിയിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല. ഞങ്ങളുടെ ഈ പ്രയോജനാവകാശം എല്ലാം ഞങ്ങൾക്ക് കിട്ടണം. എന്നാലും ഞങ്ങളുടെ കാര്യങ്ങൾക്കൊരു നടപടി ഉണ്ടാവുള്ളൂ. മുനമ്പം സമരം പൂർണ്ണമായും അവസാനിക്കുന്നില്ല. വിഷയത്തിൽ വഖഫ് ട്രിബ്യൂണലിൽ അടക്കം നിലനിൽക്കുന്ന കേസുകളിൽ അന്തിമ വിധി ഉണ്ടാകുന്നതുവരെ സമരവും നിയമ പോരാട്ടവും തുടരും. മുന്നോട്ടുള്ള സമര രീതി സംബന്ധിച്ച് സമുദായ സംഘടനകളുടെ യോഗത്തിൽ തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ് തത്സമയം.